ഹലോ ഹായ്, എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചോ? ഞാൻ ഇന്ന് എന്താ ലഞ്ചിന് കൊണ്ടുവന്നതെന്നറിയാമോ? വെള്ളയപ്പവും മുട്ടക്കറി. വെള്ളയപ്പം ഇച്ചിരി കിഴുത്തൊക്കെ വീണ് കേട്ടോ, അത് ഞാൻ എടുത്ത വഴിക്ക് പോയതാണേ. അത് നല്ല സോഫ്റ്റ് വെള്ളയപ്പം. പിന്നെ ഞാൻ മുട്ടക്കറി വെച്ചു. ഞാൻ മുട്ട മുറിച്ചത് ഇപ്പോഴേ. മുട്ടക്കറി ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച മുട്ടക്കറിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പെട്ടെന്ന് പറയാം. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പല സ്ഥലത്തും പല രീതിയിലുള്ള വെള്ളയപ്പവും ആണ് ഉണ്ടാക്കാറുള്ളത്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പത്തനംതിട്ട സ്റ്റൈല് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് പറയട്ടെ. ഇതിനകത്ത് റൈസ് സോക്ക് ചെയ്ത് വെച്ചു. തലേന്ന് രാവിലെ അരച്ച കൂട്ടത്തിൽ ഇച്ചിരി ഈസ്റ്റും ചുമന്നുള്ളിയും ജീരകവും തേങ്ങയും കൂടെ അരച്ച് ചേർത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന്, അതായത് ഒരു 3-4 hours കഴിഞ്ഞപ്പോഴത്തേക്കിന്, ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് നന്നായിട്ട് പൊങ്ങി വന്നു കേട്ടോ. നല്ല സോഫ്റ്റ് എന്ന് കാണാൻ പറ്റും. നല്ല സോഫ്റ്റ് ഉണ്ടോ? നല്ല സോഫ്റ്റ് വെള്ളയപ്പവും മുട്ടക്കറി എങ്ങനെയാണെന്നറിയാമോ? ഉരുളക്കിഴങ്ങ് ഇട്ടു. ആദ്യമേ ഉള്ളി വഴറ്റി, ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ടു. ഉള്ളി വഴറ്റിയതിന് ശേഷം പച്ചമുളകും ഇട്ട് വഴറ്റിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇച്ചിരി മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ ഉള്ളി, ഗരം മസാലയും പിന്നെ മല്ലിപ്പൊടി മാത്രം ഞാൻ ചേർത്തുള്ളൂ. അതിന് ശേഷം എനിക്ക് പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിട്ട് വഴറ്റി നന്നായിട്ട്. നിങ്ങൾക്ക് വേണേൽ തക്കാളിക്ക് ചേർക്കാം. എനിക്ക് തക്കാളിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല. അടച്ചു വെച്ച് വെന്തതിന് ശേഷം മുട്ട പുഴുങ്ങിയത് ചേർത്ത് അടച്ചു. ഇച്ചിരി വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞപ്പോൾ നല്ലതായിട്ട് വെള്ളം പറ്റി കഴിഞ്ഞപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു. അങ്ങനെയാണ് ഈ കറി വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കറിയുമാണ്. നിങ്ങളൊന്ന് വെച്ച് നോക്കണം. ഓക്കെ, എന്നാൽ ഞാൻ കഴിക്കട്ടെ. നിങ്ങളെല്ലാം കഴിക്കൂ. ഓക്കെ, അപ്പോൾ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.